എനിക്കും നിനക്കും എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. അറിഞ്ഞ് കളിക്കണം കേട്ടോ. ഈ കളി ഉടമ്പടി ഒരു കളിയാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാട് എന്താണ്? ബിറ്റ്വീൻ അസ് വാട്ട് ഇസ് ഇറ്റ്? എനിക്കും നിനക്കും എന്ത്? പിന്നെന്താണ്? എൻ്റെ സമയം ഇനിയും സമഗതമായിട്ടില്ലല്ലോ. ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത്. ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്? ബോധജ്ഞാനത്തിൻ്റെ അതെന്താ കാര്യം? ഇവർ പരിശുദ്ധാത്മ ഹിയ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ, ഇവർ കൃപ നിറഞ്ഞവളല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മൾ ജ്ഞാനപരം എന്ന് പറയുന്നത്. അവർ മാലാഖ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരണത്.